ഞങ്ങൾ അന്ന് കോളേജിലൊക്കെ ഞങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരം രാവിലെ വൈകിട്ട് മാത്രമേ ട്യൂഷനുള്ളൂ. പക്ഷേ അന്നൊക്കെ ഇഷ്ടംപോലെ സമരങ്ങളാണ്. സമരം കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ പറയും നിങ്ങൾ എപ്പം പറഞ്ഞ് പോലെ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ പകലൊടിക്കും മരിക്കുക. അപ്പം അങ്ങനെ ആയപ്പോൾ ആദ്യത്തെ കുറച്ച് പിള്ളേർ ചോദിച്ചു ഞങ്ങൾക്ക് എൻട്രൻസ് എഴുതിയാൽ കൊള്ളാം, എന്തെങ്കിലും പറഞ്ഞു തരാമോ. ഞങ്ങൾക്കൊരു ധൈര്യമില്ലായിരുന്നു, ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. അന്ന് വേറെ ഞങ്ങളുടെ സമീപത്തൊരു സ്ഥാപനമുണ്ട് താനും എൻട്രൻസ് കോച്ചിങ് നടത്തുന്നുണ്ട്. പക്ഷേ എന്തോ പിള്ളേർക്ക് അവിടെ ഞങ്ങൾ എടുത്ത് പറഞ്ഞു. അപ്പം ഞങ്ങൾ പകൽ സമയത്തിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് കരുതി ഈ കുട്ടികളുടെ നിർബന്ധത്തിന് പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷ് സാറാണ് തീരുമാനം നമുക്ക് നടത്താം എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ ഒരു അവധിക്കാല ബാച്ച് ഒരെണ്ണം അങ്ങ് തുടങ്ങി. ചരിത്രപരമായ തീരുമാനം. അന്നത്തെ നമ്മൾ ഈ +2 കഴിഞ്ഞിട്ട് ഒരു മാസത്തെ പ്രോഗ്രാം 25 കുട്ടികളെ കിട്ടി. അതിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം ഞാനത്തെ തന്നെ ഒരു MBBS ഫസ്റ്റ് ഇയർ തന്നെ ഒരു MBBS, പിന്നെ കുറച്ച് നേഴ്സിംഗ്, അന്നൊക്കെ നേഴ്സിംഗ് എല്ലാം അത് വരുന്ന നേഴ്സിംഗ്, കുറച്ച് എൻജിനീയറിംഗ് എല്ലാം കിട്ടുന്നു. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ 2 ബാച്ചാകാൻ കാരണം 2 റൂമേ ഞങ്ങൾക്ക് അവിടെ ഉള്ളൂ. അപ്പം ഒരു 40 പേരുടെ ബാച്ചും ഒരു 30 പേരുടെ വേറെ ബാച്ചും. പക്ഷേ എന്തോ പെട്ടെന്ന് അങ്ങോട്ട് നിറഞ്ഞു. 71ാമത് ഒരാൾ വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് എടുക്കാവോ. ഇല്ല, സീറ്റില്ല. അന്ന് മുതൽ ഇന്ന് വരെ 40 വർഷമായിട്ട് ഞങ്ങൾക്ക് എന്നും ക്ലോസിങ്ങും സാങ്കേതികമാണ്. ഇപ്പോഴും സാങ്കേതികമാണ്. ഞങ്ങൾക്ക് ക്ലാസ് റൂം നിറച്ച് പിള്ളേരാവും, അതിനപ്പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല.